കൊല്ലാൻ ഇനിയും നോക്കും അവൻ. ലാലേട്ടന്റെ ഈ ഫേമസ് ഡയലോഗ് പക്ക ആയിട്ട് ചേരുന്ന ഒരു കിടിലൻ കൊറിയൻ ത്രില്ലർ എസ്കേപ്പ്. കൊറിയയിൽ നിന്നും ഈ ജൂലൈയിൽ റിലീസായിട്ട് ഹിറ്റ് അടിച്ച പടം ലീ ജോങ് പിൽ ഡയറക്ട് ചെയ്ത് ലീ ജി ഹൂൺ, കൂ ക്യോ ഹ്വാൻ എന്നിവർ പ്രധാന വേഷത്തിൽ വന്ന ഈ കൊറിയൻ ആക്ഷൻ സർവൈവൽ ത്രില്ലറിനെ കുറിച്ചാണ് ഇന്ന്. നോർത്ത് കൊറിയൻ പട്ടാളക്കാരനായിട്ടുള്ള നായകൻ ലിം പട്ടാള ക്യാമ്പിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് അതിർത്തി കടന്ന് ദക്ഷിണ കൊറിയയിലെത്തി ഒരു സമാധാനം നിറഞ്ഞ പുതിയ ജീവിതം നയിക്കാനായിട്ട് സ്വപ്നം കാണുകയാണ്. അതിനായിട്ട് കുറെ കാലമായിട്ട് ചെയ്തു വെച്ച ഒരു പ്ലാനൊക്കെ കക്ഷിയുടെ കയ്യിലുണ്ട്. പക്ഷേ സംഗതി വിചാരിച്ചത്ര എളുപ്പമല്ലായിരുന്നു. ലീ ഹ്വാൻ എന്ന ശക്തനായിട്ടുള്ള സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ ഇതിൽ അവനൊരു വലിയ വെല്ലുവിളിയായിട്ട് തന്നെ മാറുന്നു. ലിമ്മിന് സൗത്ത് കൊറിയയിലേക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഈ കഥയാണ് എസ്കേപ്പ് പറയുന്നത്. പടം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെ ജീവൻ കയ്യിൽ വെച്ചുകൊണ്ടുള്ള ഇവരുടെ ഒരു ഓട്ടമാണ്. നായകനും വില്ലനും ഒരുപോലെ സ്ട്രോങ് ആണ് എന്നുള്ളതാണ് പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. രണ്ടു പേരോടും നമുക്ക് ഇമോഷണലി കണക്ഷൻ തോന്നുകയും ചെയ്യും. ആകെ 1.5 മണിക്കൂറേ പടത്തിന് നീളമുള്ളൂ. പക്ഷെ നിങ്ങളെ ഒട്ടും മുഷിപ്പിക്കാതെ എൻഗേജിംഗ് ആയിട്ടും ത്രില്ലിംഗ് ആയിട്ടുമാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു എൻഡിങ് സീനൊക്കെ ഈ ലക്ഷ്യം തൊട്ടടുത്താണെങ്കിലും ഒരുപാട് ദൂരം ഉള്ളതുപോലെ തോന്നുക, അല്ലെങ്കിൽ മുമ്പോട്ട് നീങ്ങാത്ത പോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവുക, അങ്ങനെ ഒരു സംഭവമില്ലേ? അത് ഭയങ്കര രസമായിട്ട് പടത്തിന്റെ അവസാനം അവതരിപ്പിച്ചിട്ടുണ്ട്. നായകനായിട്ട് വന്ന ലീ ജി ഹൂൻ, വില്ലനായിട്ട് വന്ന കൂ ക്യോ ഹ്വാൻ, രണ്ടുപേരുടെയും കിടു പെർഫോമൻസ് എടുത്തു തന്നെ പറയണം. അതുപോലെ തന്നെ നായകന്റെ ഒപ്പം രക്ഷപ്പെടാൻ നോക്കുന്ന ഹോങ് സാ ബിന്നും പ്രത്യേക പരാമർശം തന്നെ അർഹിക്കുന്നുണ്ട്. കൂടാതെ സ്പെഷ്യൽ അപ്പിയറൻസിൽ കുറെ താരങ്ങൾ പടത്തിൽ വന്നു പോകുന്നുണ്ട്. പടത്തിന്റെ ക്യാമറ, ലൊക്കേഷൻ ഒക്കെ കിടുവാണ്. അതുപോലെ സൗണ്ട് ഡിസൈനും സൗണ്ട് ട്രാക്കുകളും നൈസ് ആണെന്ന് തന്നെ പറയാം. എഡിറ്റിംഗും കൊള്ളായിരുന്നു. സോ ടെക്നിക്കലി നല്ലൊരു പടം തന്നെയാണ് എസ്കേപ്പ്. ആകെ മൊത്തം ടോട്ടലിൽ മികച്ച ഒരു സിനിമയാണ്. ആക്ഷൻ സർവൈവൽ ത്രില്ലർ പ്രേമികൾക്ക് പടം ഇഷ്ടമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പേഴ്സണലി എനിക്ക് വർക്കായ ഒരു സിനിമയാണിത്. പടം ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്. മലയാളം സബ് ടൈറ്റിൽ മൂവി മിറർ എന്ന് പറഞ്ഞ സൈറ്റിലും ലഭ്യമാണ്. അപ്പോൾ ഈ പടം കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ശരിയാണ്.